തിരഞ്ഞെടുത്തു. ദൈവ പൈതലാ ജീവിക്കുവാൻ യേശുവേ നീ എന്നെ തിരഞ്ഞെടുത്തു. നിന്റെ രക്തവും നിന്റെ ജീവനും തന്നെന്നെ വീണ്ടെടുത്തു. നിന്റെ രക്തവും നിന്റെ ജീവനും തന്നെന്നെ വീണ്ടെടുത്തു. നല്ലവനെ യേശുവിനെ എത്ര സ്തുതിച്ചാൽ മതിയാകും. നല്ലവനെ യേശുവിനെ എത്ര സ്തുതിച്ചാൽ മതിയാകും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ടി വി പ്രേക്ഷക സംഗമം കണ്ണൂർ ജൂലൈ 7 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം IMA ഹാൾ തളാപ്പ്. ടി വി പ്രേക്ഷക സംഗമം തൃശൂർ ജൂലൈ 8 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ തൃശൂർ. ടി വി പ്രേക്ഷക സംഗമം കോട്ടയം ജൂലൈ 9 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി, റെഡ് ക്രോസ് ടവർ, നാഗമ്പടം ഓവർ ബ്രിഡ്ജിന് സമീപം. കർത്താവിൻ്റെ അതിമഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവവചനത്തിൽ നമുക്ക് എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന ഓരോ വാക്യങ്ങളും നമ്മളെ കർത്താവിനോടുള്ള ബന്ധത്തിൽ അടുപ്പിക്കുകയും നമ്മളെ സമാധാനത്തിലേക്ക് നടത്തുകയും ചെയ്യുന്നതാണ്. എന്നാൽ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന്. ഈ വാക്യം പലപ്പോഴും നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഈ കഷ്ടമെല്ലാം സഹിക്കാൻ വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്നു, അതുകൊണ്ട് നമ്മളത് സഹിച്ചേ പറ്റത്തുള്ളൂ എന്ന ഒരു മനോഭാവമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. എന്നാൽ ദൈവവചനത്തിൽ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടത് ഞാനിത് പറയുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് കർത്താവ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് തന്നെ ഞാൻ ആയിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ മുൻപിൽ വരുന്ന സകല കാര്യത്തിലും ഞാൻ ജയാളി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ വാക്യത്തിൽ നിന്ന് ദൈവം ഉദ്ദേശിക്കുന്നത്? ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ കർത്താവ് നിങ്ങളോട് സംസാരിക്കട്ടെ. ഭയം ഉളവാക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകട്ടെ. കർത്താവിൻ്റെ ശ്രേഷ്ഠതയിൽ നമുക്കായിരിക്കാം. മെസ്സേജിലേക്ക് പോകാം. പ്രസംഗകർക്ക് നിങ്ങളെ ഭയപ്പെടുത്താൻ ഇഷ്ടമാണ്. വളരെ പ്രയാസമുള്ള കാലഘട്ടങ്ങൾ വരും എന്ന് എഴുതിയിരിക്കുന്നത് വരില്ല എന്ന് മനസ്സിലാക്കാനല്ല, അത് ഈ ലോകത്തിലുണ്ട്. അത് എന്നെ അടുക്കൽ വന്ന് എന്നെ ഇല്ലാതാക്കുമെന്ന് ഒരിക്കൽ പോലും എഴുതിയിട്ടില്ല. ഭയപ്പെടുത്തുന്ന പ്രസംഗം പറയുന്ന ആളെ കേൾക്കരുത്. There is no Christianity without Christ. ക്രിസ്തു ഇല്ലാതെ ഒരു ക്രിസ്ത്യാനിത്വം ഇല്ല. ഭയപ്പെടാനുള്ളതല്ല ക്രിസ്തീയ ജീവിതം. 1000 കൽപ്പനകൾ അനുസരിച്ചിട്ട് പോലും കിട്ടാത്ത നീതി ഇയാൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ സൗജന്യ ഇടം കൊടുത്തേക്കാൻ തീരുമാനം. ആരെങ്കിലും പറയുന്നത് കേൾക്കരുത്. നിങ്ങൾ പരാജയപ്പെടാനുള്ളവരല്ല, നിങ്ങൾ ജനിച്ചതേ ജയാളികളാകാനാണ്. യേശു നിങ്ങളും ഒന്നായാൽ നിങ്ങൾക്ക് കിട്ടാത്ത പരിപാടികളൊന്നുമില്ല, ലഭിക്കാത്തതായിട്ടൊന്നുമില്ല, അനുഭവിക്കാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല. അതിനെ തടസ്സപ്പെടുത്താൻ ആർക്കും കഴിയത്തില്ല. എല്ലാം സാധ്യമാണ്. നമുക്കൊരു ബൈബിളിലെ വാക്യം വായിക്കാം. 2 തിമോത്തിയോസിന്റെ ലേഖനം എടുക്കാം, 3-ാം അധ്യായം എടുക്കാം, അതിന് 1-ാമത്തെ വാക്യം വായിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കാട്ടാക്കടയിൽ പ്രസംഗിക്കുമ്പോൾ ഈ വാചകം പ്രസംഗിച്ചിരുന്നു. നിങ്ങൾ ആ വാചകം ഒന്ന് ശ്രദ്ധിച്ച് വായിക്കാവോ? അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് അറിയുക. എല്ലാവരും പറഞ്ഞ അന്ത്യകാലത്ത് എന്ത് ചെയ്യും? അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ അന്ത്യകാലത്ത് എന്തു വരും എന്ന് പറഞ്ഞേ? അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. ഞാനതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ എന്ന് വായിക്കാം. യു ഷുഡ് നോ ദിസ് തിമോത്തി, ദാറ്റ് ഇൻ ദ ലാസ്റ്റ് ഡേയ്സ് there will be very difficult time. വളരെ പ്രയാസമുള്ള സമയങ്ങൾ വരും എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നത്. കുറച്ച് വേറെ ട്രാൻസ്ലേഷനൊക്കെ വായിച്ച് ഒത്തിരി കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ആ വാചകം ഒന്നും കൂടെ നമുക്ക് പറയാം. വളരെ പ്രയാസമുള്ള സമയങ്ങൾ, വളരെ പ്രയാസമുള്ള സമയങ്ങൾ വരും.
ഒന്നോർക്ക് പറഞ്ഞ എല്ലാവരും എന്നോട് കൂടി. അന്ത്യകാലത്ത് വളരെ പ്രയാസമുള്ള സമയങ്ങൾ വരും. ഒന്ന് കര ഉയർത്തി പറഞ്ഞേ, ഈ കാലഘട്ടത്തില് വളരെ പ്രയാസമുള്ള കാര്യങ്ങൾ വരാം. സത്യത്തിൽ ഇങ്ങനൊരു പ്രസംഗം കേൾക്കുമ്പോൾ, ഞാനൊക്കെ ആദ്യം വിശ്വാസത്തിൽ വന്ന സമയത്ത് ഇതുപോലൊരു കാര്യം കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യം വരുമെന്ന് കേൾക്കുമ്പോൾ സന്തോഷം വരുമോ, നിരാശ വരുമോ, എന്ത് വരും നിങ്ങൾക്ക്? നമ്മുടെ ഉള്ളിലെ ഈ വാചകങ്ങൾ നിരാശയെ കൊണ്ടുവരുന്നതാണ്. വരാൻ പോകുന്നത് വലിയ പ്രശ്നമുള്ള കാലഘട്ടമാണ്. പെട്ടെന്ന് എന്തോ തോന്നും, നമ്മുടെ അകത്ത് ഡിപ്രഷനാവും, നമ്മൾ മനസ്സിടിയും. നമുക്ക് പ്രതീക്ഷിക്കാൻ വകയില്ലാത്തൊരു കാര്യം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിടിയുക ചെയ്യുന്നത്. നിങ്ങളുടെ എങ്ങനെയാണോ, എൻ്റെ എങ്ങനെയാണോ, എല്ലാവരുടെയും എങ്ങനെയല്ലേ? ഒരു നല്ല ഹല്ലേലൂയ പറയാമോ? കുറച്ചും കൂടെ നന്നായി പറഞ്ഞാൽ, ഇതുപോലുള്ള പ്രയാസമുള്ള കാര്യങ്ങൾ കേട്ടാൽ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ പറയും, എന്തൊക്കെയാണോ ഇനി വരാൻ പോകുന്നത്. അങ്ങനെയായിരിക്കും നമ്മൾ ആദ്യം പ്രതികരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഒന്നാമത്തെ സമാധാനമില്ല, അല്ലെങ്കിൽ അടുത്ത വാക്ക് പറയും, ഒന്നാമത്തെ ഇപ്പോൾ ഞെരുക്കത്തിലാണ് പോകുന്നത്, അതിൻ്റെ കൂടെ ഇനി എന്തൊക്കെയാണോ വരാൻ പോകുന്നത്, അടുത്ത കാര്യം എങ്ങനെയാണ് പറയുന്നത്. നിങ്ങളെങ്ങനെയാണോ? മിക്കവാറും ആളുകൾ എങ്ങനെയാണ്? പെട്ടെന്ന് കുറച്ചും കൂടെ വ്യത്യാസമായി പറഞ്ഞ് നമ്മൾ എങ്ങനെ ഒരുങ്ങണം എന്നൊരു ടെൻഷനിലാകും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. എങ്ങനെ ഒരുങ്ങനുള്ള ടെൻഷൻ വരും? എങ്ങനെയാണ് ടെൻഷൻ വരുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് ടെൻഷൻ വരുന്നത്? ഇങ്ങനൊരു ദുർഘട കാര്യങ്ങൾ വരുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ടെൻഷൻ എങ്ങനെയാണ്? നമ്മൾ ഡ്രീം ചെയ്യാൻ തുടങ്ങും, എന്തായിരിക്കും എനിക്ക് വരാൻ പോകുന്നത്. പെട്ടെന്ന് നമ്മൾ ചിന്തിക്കും, നമ്മുടെ വീട്ടിലെ വരുമാനം എത്രയേ ഉള്ളൂ, അതിൽ കൊച്ചിനെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നടത്തണം, ലോൺ അടയ്ക്കണം, അല്ലെങ്കിൽ അത് ഇത് കണക്കൂട്ടിയിട്ട് പറയും, ഇനി എന്ത് ഞെരുക്കാനാ, ഇനി എന്താണ് എന്തുള്ളത്, പിശിക്കാനുള്ളത്, എല്ലാ വിധത്തിലും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഞെരുങ്ങിയ ജീവിക്കുന്നത്. എൻ്റെ കൂട്ടത്തിൽ ഇനി ഒരു കാര്യം കൂടെ വന്ന് പെട്ടെന്ന് നമ്മൾ പറയും, അത് നമുക്ക് താങ്ങാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയല്ലേ പറയുന്നേ? നിങ്ങൾ എന്തൊന്നും മിണ്ടാത്തേ? അങ്ങനെ പറയില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അടുത്തിരിക്കുന്നോട് ചോദിച്ചേ, അത് നമുക്ക് താങ്ങാൻ പറ്റില്ല എന്നല്ലേ നമ്മൾ സാധാരണ പറയാ? അങ്ങനെയാ സാധാരണ പറയുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള പ്രസംഗകരെ ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ചും കൂടെ വിശ്വാസത്തിന് വിശ്വാസയോഗ്യമായതുകൊണ്ട് ആളുകൾ പറയും, ഇനി ബ്രദറും അത് തന്നെയാണ് പറയുന്നത്, എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിൽ നമ്മൾ സംസാരിക്കാൻ തുടങ്ങും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട് നമ്മൾ പ്രത്യാശ നഷ്ടപ്പെടുന്ന വരുന്നതിലും ഇതിലും സംഭവിക്കും. എന്നാൽ നിങ്ങൾ അറിയേണ്ടത്, അന്ത്യകാലത്ത് ദുർഘടങ്ങൾ അല്ലെങ്കിൽ വളരെ കഷ്ടപ്പാടുള്ള സമയങ്ങൾ വരുമെന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾ നശിച്ചു പോകുമെന്ന് അവിടെ എഴുതിയിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയാൻ വാചകം, അത് നമ്മുടെ മുകളിൽ വന്നിട്ട് നമ്മളെ അത് നശിപ്പിക്കുമെന്ന് എഴുതിയിട്ടില്ല. പക്ഷേ ദുർഘടങ്ങൾ വരും, വളരെ പ്രയാസമുള്ള കാലഘട്ടങ്ങൾ വരും എന്ന് എഴുതിയിരിക്കുന്നത് വരില്ല എന്ന് മനസ്സിലാക്കാനല്ല, അത് ഈ ലോകത്തിലുണ്ട്, അത് എന്നെ അടുക്കൽ വന്ന് എന്നെ ഇല്ലാതാക്കുമെന്ന് ഒരിക്കൽ പോലും എഴുതിയിട്ടില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കത്തില്ല. അത് നമ്മൾ എന്ത് ചെയ്യത്തില്ല? അങ്ങനെ നമ്മൾ ചിന്തിക്കത്തില്ല. അതിന് പകരം ദുർഘടങ്ങൾ വരുമെന്ന് കേട്ടാൽ അത് എൻ്റെയും ഭാഗമാകുമെന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അത് എനിക്കും ബാധകമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട് അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാൽ അത് എനിക്കും ബാധകമാണെന്നാണ് താൻ നമ്മൾ എന്ത് ചെയ്യുക? ചിന്തിക്കുക. പ്രസംഗകരെല്ലാം പറയാൻ പോകുന്നതും കേൾക്കാൻ പോകുന്നതും കേൾക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ വരാൻ പോകുന്ന വളരെ വലിയ പ്രതിസന്ധിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങണം. എന്താ ഒരുങ്ങേണ്ടതെന്ന് എനിക്കറിയത്തില്ല, എന്താ ഒരുങ്ങേണ്ടത് നമുക്കറിയത്തില്ല. ഒരുങ്ങേണ്ടതിനെ കുറിച്ച് ഒരു 2-3 വാചകങ്ങൾ ഞാൻ പറയാൻ സാധിക്കുമെങ്കിൽ, എന്താ ഒരുങ്ങേണ്ടത് നമുക്ക് വാസ്തവത്തിൽ അറിയത്തില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ പ്രത്യാശ കൊണ്ട് നിറയുകയല്ല ചെയ്യുന്നേ, നിരാശ കൊണ്ട് നിറയുക ചെയ്യുന്നേ. കുറച്ചും കൂടെ വ്യത്യാസമായി പറഞ്ഞാൽ, അത് നമ്മളെ നശിപ്പിക്കുമെന്ന് എഴുതിയിട്ടില്ല, അത് നമ്മളെ ഇല്ലാതാക്കുമെന്ന് എഴുതിയിട്ടില്ല. പക്ഷെ അങ്ങനെ നമ്മൾ ചിന്തിക്കത്തുമില്ല. ദുർഘടസന്ധികൾ, വളരെ വളരെ പ്രയാസമുള്ള കാര്യങ്ങൾ വരുമെന്ന് കേട്ടാൽ അതിൻ്റെ അർത്ഥം എനിക്ക് വരുമെന്ന് എഴുതിയിട്ടില്ല, നിങ്ങൾക്ക് വരുമെന്ന് എഴുതിയിട്ടില്ല. പക്ഷെ അങ്ങനെ വായിക്കുന്നത് കേട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മുടെ തലയിൽ വരാനുള്ള സാധനമാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് ചിന്തിക്കും. നിങ്ങളൊന്നും മിണ്ടാത്തെ? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു ഈ കാര്യം പറഞ്ഞിട്ടുണ്ടോ? നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം എടുക്കാം. അതിന്റെ 33-ാമത്തെ വാക്യം വായിക്കാം. യോഹന്നാൻ 16:33.
ആ വാചകം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് ഈ ലോകത്തിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഏത് സംസാരിക്കുന്നു? നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയാൻ പോകുന്നത്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നൊരു കാര്യം ഞാൻ പറയുക, ഇത് പറയാൻ പോകുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത് എന്തോ സമാധാനം ഉണ്ടാകാൻ പോകുന്ന കാര്യം ബ്രദർ പറയാൻ പോകുന്നല്ലേ പ്രതീക്ഷിക്കുള്ളൂ. ആണോ അല്ലയോ? അത് നിങ്ങൾ ഒരെണ്ണം മിണ്ടരുത് കേട്ടോ. അങ്ങനെയാണോ അല്ലയോ? ഇവിടെ എഴുതിയിരിക്കുന്നു കേട്ടോ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത കാര്യം പറയുവാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന്. അത് നിങ്ങൾക്ക് സമാധാനം വരുത്തൂ? നിങ്ങൾ പറ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് സമാധാനം വരുത്താൻ വേണ്ടി ആരെങ്കിലും പറയുമോ? നിങ്ങൾക്ക് സമാധാനം വരാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇതാ നിങ്ങൾക്ക് ലോകത്ത് കഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ ആർക്ക് സമാധാനം വരാനാണ്? അപ്പൊ യേശു കർത്താവ് പറഞ്ഞ വാചകത്തിന് ഒരു അർത്ഥം കൂടെ ഉണ്ട്. യേശു പറയുവാണ്, നിങ്ങൾക്ക് സമാധാനം വരേണ്ടതിന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ട്. അടുത്ത വാചകം പറയുക, എങ്കിലും ധൈര്യപ്പെടുവിൻ. അടുത്തിരിക്കുന്നവരോട് പറയാം, എങ്കിലും ധൈര്യപ്പെടണം. എന്താണ് ധൈര്യപ്പെടേണ്ട കാരണം? ധൈര്യപ്പെടുന്നതിന്റെ കാരണം എന്താ? അടുത്ത വാചകത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുകയാണ്. അപ്പൊ കഷ്ടങ്ങൾ നമുക്ക് നേരെ ഉണ്ടെന്നും കഷ്ടങ്ങൾ വരുമെന്നും ഈ ലോകത്തിൽ വളരെ പ്രയാസമുള്ള കാര്യങ്ങൾ വരികയും ചെയ്യുമ്പോൾ നിരാശപ്പെടുകയല്ല വേണ്ടേ, ഭയപ്പെടുകയല്ല വേണ്ടേ, ദീർഘശ്വാസം വിടുകയല്ല വേണ്ടേ. പ്രധാനമന്ത്രി നമ്മളോട് പറയുവാണ്, ആഹ്വാനം ചെയ്യുവാണ്, സാമ്പത്തിക ഞെരുക്കം പറയുവാണെങ്കിൽ എന്തായി തീരുവാന്ന് പറയുകയല്ല വേണ്ടേ. പകരം അതിന്റെ നടുവിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ധൈര്യപ്പെടണം. കൈയടിച്ചില്ല, ഹല്ലേലൂയ പറഞ്ഞില്ല. എന്നാ ചെയ്യണം? സാധാരണ ഇത് കേൾക്കുമ്പോ എന്നാ ഉണ്ടാകും? ധൈര്യം ചോർന്നു പോകും. അടുത്തിരിക്കുന്നവരോട് പറയാം, ഇത് കേൾക്കുമ്പോൾ എന്താ ഉണ്ടാകും? ചോർന്നു പോകും. ലോകത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ധൈര്യം ചോരും. പക്ഷേ വേദവചനം പറയുന്നത് ധൈര്യം ചോരരുത്, ഭയപ്പെടരുത്. പകരം അതിന് നടുവിൽ ധൈര്യപ്പെടണം. കാരണം ഈ പ്രശ്നങ്ങളെയെല്ലാം മറികടന്ന ഒരുവനെയാണ് ഞാൻ സേവിക്കുന്നത്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കുറച്ചും കൂടെ നന്നായി പറഞ്ഞാൽ, ഈ പ്രശ്നങ്ങളെയെല്ലാം യേശു മറികടന്നത് കൊണ്ട് നിങ്ങൾ ഭയപ്പെടരുത്, നിരാശപ്പെടരുത്. ഒന്ന് കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ബ്യൂട്ടിഫുൾ അണ്ടർസ്റ്റാൻഡിങ്. പക്ഷെ ഇങ്ങനൊരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ പ്രസംഗകർക്ക് നിങ്ങളെ ഭയപ്പെടുത്താൻ ഇഷ്ടമാണ്. ഭയപ്പെടുത്തുന്ന പ്രസംഗം പറയുന്നയാളെ കേൾക്കരുത്. യേശു ഒരു സ്ഥലത്തും പോയി ആരെയും പേടിപ്പിച്ചില്ല. പേടിയിലായിരിക്കുന്നവരെ രക്ഷിക്കുക യേശു ചെയ്തത്. യേശു എന്നിട്ട് ഒരു സൊല്യൂഷനും ഇല്ല, ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആരോടും പറഞ്ഞില്ല. അങ്ങനെ ഇരിക്കുന്നവർക്ക് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനാണ് യേശു വന്നത്. എന്ന് പറഞ്ഞ് ഇനി എന്തായി തീരും എന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്ക് വഴിയെ പറഞ്ഞു കൊടുക്കാനാ യേശു വന്നത്. അധൈര്യപ്പെട്ടിരിക്കുന്നവർക്ക് എന്താകും എന്ന് ചിന്തിക്കുന്നവർക്ക് വാതിൽ തുറക്കാനാണ് യേശു വന്നത്. പ്രശ്നത്തിൽ നടുവിലിരിക്കുന്നവരോട് ഇടപെടാനാണ് യേശു വന്നത്. അയ്യോ ഇനി എന്ത് ചെയ്യുമെന്ന് പറയാനല്ല യേശു വന്നത്. പകരം അതിന്റെ നടുവിൽ സൂപ്പർ നാച്ചുറലായി നടത്താനാണ് യേശു വന്നത്. അതിന് കൈയടിച്ചില്ല, നിങ്ങൾ ഒരു ആമേൻ പറഞ്ഞില്ല. ചേർന്ന് കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റും സാമ്പത്തിക തകർച്ചകളും വിലക്കയറ്റങ്ങളും ഉണ്ടാകുമ്പോൾ ഭയപ്പെടരുത്. നിങ്ങൾക്ക് ചുറ്റും സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, വിലക്കയറ്റത്തെക്കുറിച്ച് രൂക്ഷ വിലക്കയറ്റങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത്. പകരം നിങ്ങൾ പറയണം, ക്രിസ്തു യേശുവിൽ ഒരു ഭയത്തിനൊരു സ്ഥാനം എന്നിലില്ല. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്നവരോട് പറ, ക്രിസ്തു യേശുവിൽ. ഞാൻ ആരിലാണ് ആയിരിക്കുന്നത്? യേശുവിലാണ് ആയിരിക്കുന്നത്. യേശുവിൽ എനിക്ക് എന്തില്ല? ഒരു ഭയവും ഇല്ല. എല്ലാവരും കൈയെഴുത്തി എന്ന് പറഞ്ഞ, ക്രിസ്തു യേശുവിൽ എനിക്ക് ഭയത്തിന് അടിസ്ഥാനമില്ല. ക്രിസ്തു യേശുവിൽ ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ല. ക്രിസ്തു യേശുവിൽ ഞാൻ ഇടർച്ചപ്പെടേണ്ട കാര്യമില്ല. ക്രിസ്തു യേശുവിൽ ഞാൻ അധൈര്യപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞ അസാധാരണമായ ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, കുറച്ചും കൂടെ നന്നായി പറഞ്ഞ, സാധാരണമായതോ അസാധാരണമായതുമായ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തു ഇല്ലാത്ത ജീവിതമല്ല. നിങ്ങളൊരു ഹല്ലേലൂയ പറഞ്ഞിട്ട്, there is no Christianity
വിതൗട്ട് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തു ഇല്ലാതെ ഒരു ക്രിസ്ത്യാനിത്വം ഇല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആരുടെ ഉള്ളിലാണോ യേശു എൻ്റെ ഉള്ളിലുണ്ട് എന്ന് അറിയുന്നവരാണ് അവർ അസാധാരണമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ തക്കവണ്ണം കാരണമാകുക. കൈകളടിച്ച് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ എന്ന് പറഞ്ഞ ക്രൈസ്റ്റ് സെന്റേഡായി ആര് ജീവിക്കുന്നുവോ അവരാണ് അസാധാരണമായ ക്രിസ്തീയ ജീവിതം നടത്തുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് ചുറ്റും പ്രതിസന്ധികൾ വരുമ്പോ നിങ്ങൾ അറിയേണ്ടത് ആരാണ് നിന്റെ കൂടെ ഉള്ളവനെന്നാണ്. അവനാണ് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ നടുത്തൂണെന്ന് പറയുന്നത്. പ്രതിസന്ധികൾ വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് കൈമലർത്തി മുകളിലോട്ട് നോക്കുന്നവരല്ല ക്രിസ്ത്യാനികൾ. പ്രതിസന്ധികൾ വരുമ്പോൾ ഒരുവൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് അറിയുന്നവനാണ് ക്രിസ്ത്യാനികൾ. അന്ത്യകാലത്ത് ഭയങ്കര പ്രശ്നമുള്ള കാര്യങ്ങൾ വരും. ഇപ്പം എന്ത് ചെയ്യും? കേട്ടോ, നിങ്ങൾ ഉത്തരം വരുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് അന്ത്യകാലത്ത് വളരെ പ്രശ്നങ്ങളുള്ള സാഹചര്യങ്ങളൊക്കെ വരും. എന്ത് ചെയ്യും? ഞാനെന്തിനാ ഭയപ്പെടുന്നു? അതുകൊന്നോട്ടെ കർത്താവ് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ വരുമെന്ന്. പക്ഷെ അതിന്റെ നടുവിൽ എന്നെ അസാധാരണമായി നടത്തുന്ന ഒരുവനെയാ ഞാൻ സേവിക്കുന്നത്. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ഞാനെന്തിനാ ഭയപ്പെടുന്നത്? അത് എൻ്റെ തലയിൽ കൂടെ വരുമെന്ന് ആരാ പറഞ്ഞേ? അത് എൻ്റെ അടുക്കൽ വന്നാലും അത് എന്നെ കടിച്ചു കീറുന്ന ശത്രുക്കൾ എൻ്റെ അടുക്കൽ വരുമ്പോൾ ഇടറി വീണ് നശുപോന്ന് എഴുതിയിരിക്കുന്നത്. കാരണം അവൻ എൻ്റെ ബലമാണ്, അവൻ എൻ്റെ കോട്ടയാണ്, അവൻ എൻ്റെ സംഗീതമാണ്. ഓ, പകൽ പറക്കുന്ന അസ്ത്രത്തെ എനിക്ക് പേടിക്കേണ്ട, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ എനിക്ക് ഭയപ്പെടേണ്ട, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ എനിക്ക് തൊടേണ്ട. കാരണം അവന്റെ ചിറകിന്റെ കീഴിലാണ് ഞാൻ ഇരിക്കുന്നത്, അവന്റെ നിഴലിന് മറവിലാണ് ഞാൻ ഇരിക്കുന്നത്. ഓ പ്രശ്നങ്ങൾ വരുമ്പോ അയ്യോ എന്ന് പറയരുത്, അധൈര്യപ്പെടരുത്. പകരം നീ ആരാണെന്നറിയണം, നിനക്കെന്താണുള്ളതെന്നറിയണം. ഭയപ്പെടാനുള്ളതല്ല ക്രിസ്തീയ ജീവിതം, ഭയപ്പെടാനുള്ളതല്ല ക്രിസ്തീയ ജീവിതം, ധൈര്യപ്പെടാനുള്ളതാണ് ക്രിസ്തീയ ജീവിതം. Come on church, കൈയടിച്ചു ആമേൻ പറ. ക്രിസ്തു ഉള്ള ഒരു വ്യക്തി ശരിക്കും ജയാളിയാണ്. അതായത് ദൈവജനം പറയാ, ദൈവത്തിൽ നിന്ന് ജനിച്ചതെല്ലാം ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന്. എനിക്ക് ക്രിസ്തുവിനെ കൂടാതെ ഒരു ലൈഫില്ല. നിങ്ങൾ കർത്താവിനെ അറിഞ്ഞ ആ നിമിഷം മുതൽ കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. നിങ്ങൾക്കിനി അവനെ കൂടാതെ ഒരു ജീവിതമില്ല. അവൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുമ്പോൾ എങ്ങനെയാണ് ലോകത്തിലെ കഷ്ടങ്ങൾ നിങ്ങളെ തൊടുന്നത്? ഐ മീൻ, കർത്താവിൽ ധൈര്യത്തോടെ ആയിരുന്നാട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. പത്മകുമാർ എന്നാണ്. കർത്താവ് തൻ്റെ ജീവിതത്തിൽ ചെയ്ത അനേക അത്ഭുതങ്ങളാണ് സിസ്റ്ററിന് ഇപ്പോൾ സാക്ഷ്യപ്പെടുത്താനായിട്ടുള്ളത്. 5 ആഴ്ച മുമ്പ് ചർച്ചിൽ വരുമ്പോൾ ബ്രദർ സിസ്റ്ററിനോട് ദൂത് പറഞ്ഞു. കർത്താവിൻ്റെ കരം സിസ്റ്ററിൻ്റെ വയറിലിരിക്കുന്നതായി കാണുന്നു എന്ന് പറഞ്ഞു. സിസ്റ്ററിൻ്റെ ഓവറി സിസ്റ്റ് കാരണം പ്രയാസമുണ്ടായിരുന്നു. എന്നാൽ സിസ്റ്റർ പറയുന്നത് അന്നേ ദിവസം മുതൽ സിസ്റ്ററിന് ആ ബുദ്ധിമുട്ട് മാറി. അതിനുശേഷം ഹോസ്പിറ്റലിൽ പോയി പരിശോധിച്ചില്ല. എന്നാൽ കുനിഞ്ഞ് ജോലി ചെയ്യുന്നതിന് കഴിയത്തില്ലായിരുന്നു. അതിനുശേഷം വേദനയില്ല, കുനിഞ്ഞ് ജോലി ചെയ്യുന്നതിന് കഴിയുന്നു എന്നാണ് ഇപ്പോൾ സാക്ഷ്യപ്പെടുന്നത്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി. കൂടാതെ ആ സമയം തന്നെ തൻ്റെ ഹസ്ബൻഡിന് 6 മാസമായി ഉണങ്ങാതിരുന്ന മുറിവ് ബ്രദർ പ്രാർത്ഥിച്ചു. അന്ന് മുതൽ അത് കരിഞ്ഞുണങ്ങി സൗഖ്യത്തിലേക്ക് വന്നു. 6 മാസമായിട്ട് മുറിവ് ഉണങ്ങാതിരിക്കുകയായിരുന്നു. 6 മാസമായി ഉണങ്ങാതിരിക്കുക. ചേച്ചിക്ക് വയറ് ഈ പ്രയാസം ഉള്ളതുകൊണ്ട് കുനിഞ്ഞൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് പൂർണ്ണമായിട്ട് അന്ന് മുതൽ മാറി, അത് മാറിപ്പോയി. കർത്താവ് സൗഖ്യമാക്കി. അതിന് കൈ അടിച്ച് ആമേൻ പറഞ്ഞു. ഹസ്ബൻഡിന് കാലിലെ 6 മാസം ഉണങ്ങാതെ ആന്റിബയോട്ടിക് കഴിച്ചിട്ടും മുറിവ് ഉണങ്ങുന്നില്ല. വീണ്ടും മുറിവ് ഇങ്ങനെ ചെറുതായിട്ട് വന്നു, എങ്കിലും പൂർണ്ണമായും. എന്നാൽ കർത്താവ് സൗഖ്യമാക്കിയതിന് നന്ദി. കൈ അടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. 6 മാസമായി തലയുടെ ഒരു വശത്ത് പെരുപ്പും വേദനയും ഉണ്ടായിരുന്നു. ബ്രദർ അന്ന് ദൂത് പറഞ്ഞു അത് മാറിപ്പോവുകയാണെന്ന് പറഞ്ഞു. സിസ്റ്റർ പറയുന്നത് 6 മാസമായി തനിക്കുണ്ടായിരുന്ന പ്രയാസം അന്നേ ദിവസം പൂർണ്ണമായി മാറിപ്പോയി എന്ന്. ബ്രദറെ, മോളുടെ പേര് ആദ്ര എന്നാണ്.
ഓലത്താന്നി എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഓലെ താങ്ങിയെന്നോ എന്താ പറഞ്ഞു? ഓലത്താന്നി. ആരുടെ ഓലെ താങ്ങി? ഓക്കെ, പറഞ്ഞോ. ഈ മോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. ഒരു ആവറേജ് സ്റ്റുഡൻറ് കൂടെ ആയിരുന്നു. അമ്മയായിരുന്നു മോൾക്ക് ട്യൂഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. ദൈവമേ, അത് ട്യൂഷൻ കിട്ടാനുള്ള പരിപാടി വല്ലതും ആണെന്ന് ഡൗട്ട് ഉണ്ട് കേട്ടോ. ഓക്കെ. പക്ഷേ സിസ്റ്ററിൻ്റെ ഫാദർ സുഖമില്ലാതായത് കാരണം ജനുവരി മാസം ഫുള്ളും സിസ്റ്റർ അവിടെ ആയിപ്പോയി. അമ്മയെ നോക്കിക്കൊണ്ട് അങ്ങനെ ആയിരുന്നു. മോളെ പഠിപ്പിക്കാനോ ഒന്നിനും കഴിഞ്ഞില്ലായിരുന്നു. എന്നാൽ മോൾക്ക് അത് കാരണം ടെൻഷനായിട്ട് അവൾക്കും അസുഖങ്ങളായി. മോൾ ഭയങ്കര ഭാരത്തിലായിരുന്നു. മോഡൽ എക്സാം എഴുതിയപ്പോഴത്തേക്കും ഒത്തിരി മാർക്ക് കുറവായിരുന്നു. എന്നാൽ ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചു. ബ്രദർ അപ്പോൾ അവളോട് പറഞ്ഞു, നീ ധൈര്യമായിട്ട് പോയി എക്സാം എഴുതുക, ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. മോൾക്ക് അന്ന് തൊട്ട് ധൈര്യം ഉണ്ടായി. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം മോളുടെ മേലൊരു ഫേവർ ഉണ്ടായി എന്നാണ് അവൾ സാക്ഷ്യപ്പെടുത്തുന്നത്. സ്കൂളിലെ ടീച്ചേഴ്സ് അങ്ങോട്ട് തന്നെ പറഞ്ഞു അവൾക്ക് സ്പെഷ്യൽ ട്യൂഷൻ കൊടുക്കാം. അവളുടെ വീട്ടിലും അതുപോലെ തന്നെ ട്യൂഷൻ സെന്ററിലും കൊണ്ടുപോയി അവൾക്ക് ട്യൂഷൻ കൊടുത്തു. അവൾ ഒറ്റയ്ക്കിരുത്തി പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും 90% മാർക്കോട് കൂടെ അവൾക്ക് പാസ് ചെയ്യാനായിട്ട്. അത് മാത്രമല്ല, അതേ സ്കൂളിൽ അവൾക്ക് അഡ്മിഷൻ +1 ലഭിക്കുകയും. TV പ്രേക്ഷക സംഗമം തിരുവല്ലയിൽ ജൂലൈ 14 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം വിലിവേഴ്സ് യൂത്ത് സെന്റർ ഹാൾ, ഓപ്പോസിറ്റ് ഹോട്ടൽ എലൈറ്റ്, നിയർ KSRTC ബസ് സ്റ്റാൻഡ്. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് ജൂലൈ 15 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. TV പ്രേക്ഷക സംഗമം പാലക്കാട് ജൂലൈ 16 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം കൊടുമ്പ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ, കരിങ്ങരപ്പള്ളി, കനാൽ ബസ് സ്റ്റോപ്പ്, ചിറ്റൂർ റോഡ്, പാലക്കാട്. ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് ക്യാമ്പ് തിരുവനന്തപുരം ജൂലൈ 29, 30 തീയതികളിൽ. ബ്രദർ ജോൺ താരു ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. സ്ഥലം കൊട്ടക്കാട്ട് കൺവെൻഷൻ സെന്റർ, നവജീവൻ സ്കൂളിന് എതിർവശം, നാലാഞ്ചിറ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 0471661666. ദൈവിക അനുഭവത്തിൽ ജീവിക്കാൻ കഴിയുന്നത് വളരെ ശ്രേഷ്ഠകരമായ കാര്യമാണ്. പലപ്പോഴും അത്ഭുതങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത് ദൈവത്തെ അനുഭവിച്ച ഒരു വ്യക്തിയുടെ എക്സൈറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ അയാൾക്കുണ്ടായ ജീവിതത്തിലെ പ്രൗഢായ അനുഭവങ്ങളാണ് അയാൾ നമ്മളോട് സംസാരിക്കുന്നത്. ഇത് കേൾക്കുന്ന നമ്മുടെ ലൈഫിലും ഞാൻ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള ഇടം ഉണ്ടാകട്ടെ. അല്ല, കർത്താവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന ഉത്തമ ബോധ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ഉള്ളിലായിരിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ മുൻപിലായിരിക്കുന്ന ഏത് സംഘർഷത്തെയും പുറത്താക്കുവാനായി കഴിയും. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. അപ്പോൾ അതിനോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്ന കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഇവർ ഓരോരുത്തരും അപ്പോൾ മുൻപിലായിരിക്കുന്ന സകല മേഖലയിലും അനുഗ്രഹത്തോടെ അപ്പോൾ നിറഞ്ഞ് കവിയുന്ന ആ സമാധാനത്തോടെ ആയിരിക്കാൻ കർത്താവെ പ്രാർത്ഥിക്കുന്നു. അപ്പാ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവെ, സാഹചര്യങ്ങൾ കർത്താവെ പലപ്പോഴും സമ്മർദ്ദപ്പെടുത്തുമ്പോൾ അതിൻ്റെ നടുവിൽ താൻ ആരാണെന്ന ബോധ്യത്തിലായിരിക്കാൻ കഴിയുന്നതാണ് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജയമെന്ന് പറയുന്നത്. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആ ദൈവത്തിൻ്റെ ആത്മാവിനെ എനിക്ക് കാണാൻ കഴിയുന്നത്, അനുഭവിക്കാൻ കഴിയുന്നത്, അതിനെ ആ അഡ്വാൻറ്റേജസ് ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ടുവരുന്നതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠതയെന്ന് പറയുന്നത്. അപ്പോൾ ഈ കുടുംബങ്ങളിൽ വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. അപ്പോൾ ഈ കുടുംബങ്ങളിൽ വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. അപ്പോൾ എനിക്ക് ഒരു വ്യക്തിയെ കാണാം. ആ വ്യക്തിയുടെ കാലിൻ്റെ കണ്ണ് ആ സൈഡ്, ആ ഭാഗങ്ങൾ തൊലി വളരെ കട്ടി പിടിച്ചിട്ട്, ചിലപ്പോൾ നമ്മൾ പറയും പാറയിൽ ഉരച്ചാൽ പോലും ഒന്നും പറ്റത്തില്ല, അതേപോലെ കട്ടി പിടിച്ചിരിക്കുന്ന ഒരു രോഗം എനിക്ക് കാണാം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ വ്യക്തിക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഇപ്പോൾ അത് സൗഖ്യമാകട്ടെ. അപ്പം ഇപ്പോഴത് സൗഖ്യമാകട്ടെ. എനിക്ക് കാണാൻ കഴിയുന്നത് ആ താഴോട്ട് ഉപ്പൂറ്റിയുടെ ആ ഭാഗത്തോട്ട് ആ സ്കിൻ അങ്ങനെ ആയിരിക്കുകയാണ്, താഴോട്ടുള്ള ഭാഗത്ത്. യേശുവിൻ്റെ നാമത്തിൽ അതിപ്പോൾ സൗഖ്യമാകട്ടെ. അപ്പം യേശുവിൻ്റെ നാമത്തിൽ അതിപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അതിപ്പോൾ സൗഖ്യമാകട്ടെ. അപ്പം കർത്താവയോടുന്ന് കൊടുത്ത വിടുതലിനായി നന്ദി പറയുന്നു. അപ്പം നന്ദി പറയുന്നു കർത്താവേ, താങ്ക് യു ജീസസ്. എനിക്ക് അതേപോലെ ഒരു വ്യക്തിയെ കാണാം. തൈറോയിഡ് വന്നതിനെ തുടർന്ന്
വല്ലാതെ ക്ഷീണിച്ച് തലമുടിയെല്ലാം നല്ല കൊഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ എല്ലുകൾ തെള്ളിയ ഒരു അനുഭവത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയെ കാണാം. ആ വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. കർത്താവെ, മെഡിസിൻ എടുത്തിട്ട് പോലും മാറ്റമില്ല എന്ന് പറയുന്ന ആ അനുഭവം ഇപ്പോൾ നീങ്ങിപ്പോകട്ടെ അപ്പ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ അപ്പ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ അപ്പ. കർത്താവെ, അവിടുന്ന് കൊടുത്ത വിടുതലിനായി നന്ദി പറയുന്നു. അവിടുന്ന് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി പറയുന്നു കർത്താവേ. അപ്പോൾ നിന്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു കർത്താവേ. കുടുംബങ്ങളിൽ അത്ഭുതമുണ്ടാകട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഇവരോരോരുത്തരും ദൈവിക അനുഭവങ്ങളിൽ കർത്താവെ ആ ദൈവിക നന്മയിൽ ജീവിക്കട്ടെ അപ്പാ. അവിടുന്ന് ചെയ്ത കൃപയ്ക്ക് നന്ദി കർത്താവെ. പ്രാർത്ഥിക്കുന്ന വിഷയത്തിനുമേൽ അവിടുന്ന് വിടുതൽ അയച്ചതിന് നന്ദി അപ്പാ. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ദൈവിക അനുഭവങ്ങളിലും വലിയ സന്തോഷത്തിലും നമുക്കായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.